ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റോട്ടിലല്ല, എന്നാലും വണ്ടികൾ തേര പാര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നിയത് പറയാനാണ് വന്നത്. ജാതി മതമൊക്കെ എന്നാണ് ഉണ്ടായത്? മനുഷ്യരെ തിരിച്ചറിയണം ആദ്യം. ജാതി മതം കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മതം ഒന്നുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിസ്സാരം ഒരു ഹോട്ടലിൽ പോയാൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് പല മതക്കാരാണ് അല്ലേ? ജോലി ആർക്കാണോ അറിയാവുന്നത് അവർ ജോലി തേടി പോകുമ്പോൾ എന്താണോ അവർക്ക് ജോലി കിട്ടുന്നത്, എവിടെയാണോ കിട്ടുന്നത്, അവരവിടെ കയറുന്നു. അവിടെ ജാതി മതം എന്നൊരു ഹോട്ടലിൽ ആരും ജാതി മതം ചോദിക്കത്തില്ല. ചോദിക്കുമോ? ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ആദ്യം ചോദിക്കുന്നത് എന്ത് ജാതിക്കാരാ ഫുഡ് ഉണ്ടാക്കിയത്, നിങ്ങൾ കൗണ്ടറിൽ ഇരിക്കുന്ന എന്ത് ജാതിക്കാരാ, ഓണർ എന്ത് ജാതിക്കാരനാ എന്ന് ചോദിക്കുമോ? ഒരിക്കലും നമ്മൾ ചോദിക്കില്ല. അത് മണ്ടത്തരമല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരിക്കലും ഫുഡ് കഴിക്കാൻ പറ്റില്ല പുറത്തുനിന്നും. നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ ജാതി ഒരിടവും നമുക്ക് ഒന്നിനും പ്രയോജനമില്ല എന്നാണ് ഞാൻ പറയുന്നത്. വിരൽ മുറിയുമ്പോൾ വരുന്നതൊക്കെയും ഒരു ചോര തന്നെയാണ്. ഇപ്പോൾ എ പോസിറ്റീവായാലും നെഗറ്റീവായാലും ബി പോസിറ്റീവായാലും എല്ലാം കണക്ക് തന്നെയാണ്. പക്ഷേ വിരൽ മുറിയുമ്പോൾ വരുന്നത് ഒരേ ചോര തന്നെയാണ്. വീണ് കിടക്കുമ്പോൾ ഏതോ ഒരു ജാതിക്കാരനാണ് നമുക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മളെ കോരിയെടുത്ത് ഒരു ആക്സിഡൻ്റ് ആകുമ്പോൾ നമ്മളെ കോരിയെടുത്ത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്നത്. അവിടെയും ജാതി നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അയ്യോ എൻ്റെ ജാതിക്കാരൻ വന്നിട്ട് എന്നെ എടുത്താൽ മതി എന്ന് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. അത് ബ്രാഹ്മണനായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഇത് പോരാഞ്ഞ് നായരായാൽ പോലും നമ്മൾ വീണ് കിടന്ന ആരെങ്കിലും ഒക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ജാതി ഒരിടവും നമ്മൾ പറഞ്ഞ് ആക്ഷേപിക്കരുത്, അത് പറഞ്ഞ് നമ്മൾ സംസാരിക്കരുത്. വളരെ തെറ്റാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നു, കൊച്ചുകുട്ടികളെ കൊണ്ടുപോകുന്നതായിരിക്കാം. അതിലുള്ള ആയ, അതായത് ബസ്സിൽ കിളിയായിട്ട് പോകുന്ന ആയ കുട്ടികളെ സ്റ്റോപ്പിൽ ഇറക്കാനും അവരവരുടെ അമ്മമാരുടെ കയ്യിൽ സുരക്ഷിതമായി എത്തിക്കാനും ഉണ്ടായിരുന്ന ഒരായ, അവിടെ ജോലി ചെയ്തൊരായ. അപ്പോൾ ആയയ്ക്ക് വിയർപ്പ് സ്മെല്ലെന്നാണ് പറയുന്നത്. ശരിയാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ വിയർപ്പ് സ്മെല്ല് ഓവറായി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അടുത്ത് നിൽക്കുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും അടച്ചാക്ഷേപിക്കരുത്. ചിലവർക്ക് സ്മെല്ലുണ്ടാകും, ചിലവർക്ക് സ്മെല്ലുണ്ടാകില്ല. അത് ശരീരഘടന അനുസരിച്ചാണ്. അത് പുലയർക്ക് മാത്രമേ സ്മെല്ലുണ്ടാവുള്ളൂ, പറയർക്ക് മാത്രമേ സ്മെല്ലുണ്ടാവുള്ളൂ, നായന്മാർക്ക് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അത് വരാം. ശരീരഘടന അനുസരിച്ച് സ്മെല്ലുകളുണ്ടാവാം. ചില പുരുഷന്മാർ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുമ്പോൾ കണ്ടിട്ടില്ലേ, കഷത്തിൻ്റെ ഈ ഭാഗം മുഴുവനും വിയർത്തിട്ട് അത് നമുക്ക് അറിയാൻ പറ്റും. ചില സ്ത്രീകൾ സാരി ഉടുത്തുകൊണ്ട് പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇവിടെ ഇത്രയും ഇങ്ങനെ വിയർത്തിട്ട് ആ പാടങ്ങനെ നിൽക്കും. അത് ഓരോരുത്തർക്കും വിയർപ്പുണ്ട്. ചിലവർക്ക് വിയർപ്പിൻ്റെ ഒരു ഗന്ധം അല്ലെങ്കിൽ ഒരു സ്മെല്ല് ഉണ്ടാകും, ചിലവർക്ക് സ്മെല്ല് ഉണ്ടാകത്തില്ല. അത് ഓരോരോ ശരീരഘടനകളാണ്. അതുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെയും നമുക്ക് ആക്ഷേപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സപ്പോസ് ഒരു ലേഡിക്ക് അതുണ്ടായി, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു ലേഡി മാത്രമേ പരാതി പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ആൾക്കാരുടെ കുട്ടികളെ ഇറക്കി വിടുന്നതാണ്. എന്നാൽ ഒരു ലേഡി മാത്രമാണ് മോശമായി സംസാരിച്ചിരിക്കുക. എന്നാൽ പറയാമല്ലോ, എടാ രഹസ്യമായി വിളിച്ചിട്ട് പറയാം, എടാ തനിക്ക് ഒരു ബാഡ് സ്മെല്ല് തൻ്റെ ശരീരത്തിൽ വരുന്നു, ഒരു ദുർഗന്ധം വരുന്നു എന്ന് തോന്നുന്നു, താനൊരു കാര്യം ചെയ്ത് സ്പ്രേ അടിക്കുക, അല്ലെങ്കിൽ ഒരു അത്തറോ എന്തെങ്കിലും ഒരു മണമുള്ള സാധനം ഒന്ന് ശരീരത്തിൽ ഒന്ന് അടിച്ചിട്ട് വായോ, അപ്പോൾ ഈ സ്മെല്ല് വരത്തില്ല എന്ന് മാന്യമായി പറയാം. അവർക്ക് എന്ത് വേദന ഉണ്ടായിക്കാണും അവരോട് അങ്ങനെ മോശമായി സംസാരിച്ചപ്പോൾ? നാളെ നിങ്ങൾക്കും ഇത് സംഭവിക്കാം. മനുഷ്യൻ്റെ കാര്യമാണ്. ആർക്കും ഒന്നും എപ്പോഴും നമുക്കെന്തും സംഭവിക്കാം. ആർക്കും ഒന്നും നമുക്കത് പ്രവചിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന ദിവസമേ സംഭവിക്കത്തുള്ളൂ, ഞാൻ ജനിക്കുമ്പോഴേ ഇന്നതാ വന്നത്, ഇന്നതാ, അങ്ങനെ ഒന്നും ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും നടന്നു പോകുന്ന വഴിക്ക് വീണ് മരിച്ചാൽ പോയി. നമുക്കത് പറയാൻ പറ്റില്ല. ഞാൻ മരിക്കില്ല, ഞാൻ വയസ്സായാലും മരിക്കുള്ളൂ, അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളീ ഓരോ മനുഷ്യരെയും കളിയാക്കുന്നത്, ഈ അടച്ചാക്ഷേപിക്കുന്നത്, അതൊക്കെ വളരെ തെറ്റാണ്. അവരറിഞ്ഞുകൊണ്ടാണോ അവർക്ക് സ്മെല്ലുണ്ടായത്? അവരറിഞ്ഞുകൊണ്ടാണോ ആ ജാതിയിൽ വന്നത്? അങ്ങനെയൊന്നുമില്ല. ആ ജാതിയോ ഈ ജാതിയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാ ജാതിയും ഒന്നുമില്ല. മനുഷ്യരാണ്. മനുഷ്യ മനസ്സുകളെ തിരിച്ചറിയാനും സ്നേഹിക്കാനും അവരോ വേദനകൾ പങ്കുകൊള്ളാനും അതറിയണം നമ്മൾ. അല്ലാതെ ഞാനാണ് വലുത്, ഞാനാണ് മറ്റേ കൊമ്പത്ത്, ഒരിച്ചിരി കാശ് കൂടുതലുണ്ടായാൽ ഞാൻ ഭയങ്കര പവറാണ്, സെറ്റപ്പാണ്, അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. മനുഷ്യർക്ക് എല്ലാവർക്കും വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. പരസ്പരം അത് അറിയുകയും
അതിനോടൊപ്പം സഹകരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹബന്ധം അവിടെ ഉറവിടുന്നത്, അല്ലേ? ഇന്നത്തെ കാലത്ത് കാശിനാണ് പവർ. ഓക്കെ, സമ്മതിച്ചു. കാശുള്ളവന് എത്ര സ്മെല്ലുണ്ടെങ്കിലും അത് മറയ്ക്കാൻ പറ്റും. കാരണം സ്പ്രേ, അത്തർ, അങ്ങനെ പലതരം മണമുള്ള സാധനങ്ങൾ അവർ ഉപയോഗിച്ച് അവർ ശരീരത്തിൻ്റെ സ്മെല്ലുകൾ മാറ്റി അവർ ഗന്ധം കൊണ്ടുവരും. കാശില്ലാത്തവരെന്ത് ചെയ്യും? അവർ ദേഹം സ്മെല്ലടിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ വസ്ത്രം പോലും സ്മെല്ലടിച്ചെന്ന് വരാം, തുണി അലക്കാൻ സോപ്പ് പോലും കണ്ടില്ല എന്ന് വരാം. പണ്ട് കാലത്ത് സോപ്പ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട്, ഇപ്പോഴും ഒരു സോപ്പ് നനയ്ക്കാനില്ലാതെ, മാറി ഉടുക്കാൻ വസ്ത്രമില്ലാതെ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, നമ്മളറിയാതെ പോകുന്നത്. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അവർ കൊച്ചുങ്ങളുടെ പട്ടിണി മാറ്റാൻ, അവരുടെ ജീവിതത്തിലെ ദാരിദ്ര്യം കൊണ്ട് അവർ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ആ വസ്ത്രം തന്നെ അലക്കി ഉടുത്ത് വന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ അവരെയൊക്കെ തിരിഞ്ഞു നോക്കണം. നമ്മൾ അഹങ്കരിച്ചു കൊണ്ട്, അയ്യോ എനിക്ക് സ്മെല്ലില്ല, അവർക്ക് സ്മെല്ലുണ്ട്, അത് മുഖത്ത് നോക്കി അങ്ങനെ അടിച്ചതുപോലെ ആക്ഷേപിച്ച് സംസാരിക്കരുത്. അത് തെറ്റാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, ഞാനീ പറയുന്നത് ശരിയല്ലേ? ആ ലേഡി പറഞ്ഞത് തെറ്റല്ലേ ശരിക്കും? അത് പറയാൻ പാടുണ്ടോ? അവരുടെ എന്ത് മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും? ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അതൊക്കെ തെറ്റല്ലേ? ഒരാൾക്ക് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞ് ഒരാൾക്ക് ജോലിക്ക് കൂടാമെന്നുണ്ടോ? ഒരാൾക്ക് ജീവിച്ചുകൂടാമെന്നുണ്ടോ? എങ്കിൽ പിന്നെ കുഷ്ഠരോഗവും മറ്റുള്ള രോഗങ്ങളും ഒക്കെ വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കിയാലോ? ഈ കാലൊക്കെ ഷുഗർ വന്നിട്ട് പഴുത്ത് പൊട്ടി ചീഞ്ഞളിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള സ്ത്രീയൊന്നും പോകത്തില്ലല്ലോ. സപ്പോസ് ഇവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഷുഗർ കൂടിയിട്ട് കാലിൽ പ്രശ്നം വന്നിട്ട് കാല് പഴുത്തിട്ട് ചികിത്സിച്ച് കൊണ്ടിരുന്ന ഈ ലേഡി ആ അരികത്ത് പോലും പോകത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് ഇവർ ജീവിക്കുന്നത്? ഇവർ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കും? ഇത്തരം വാക്കുകൾ പറഞ്ഞ ആ ലേഡി, അവർക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി? എനിക്കാണ് മനസ്സിലാകാത്തത്. സങ്കടമുണ്ട്. ഒരിക്കലും അത് പറയരുത്, തെറ്റാണ്. ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട് കളിയാക്കുന്നത്,